അപ്രതീക്ഷിതമായിട്ടായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ രാജിപ്രഖ്യാപനം. 2 ദിവസത്തിനുള്ളിൽ രാജി സമർപ്പിക്കുമെന്നും ഇനി ജനവിധി അറിഞ്ഞാൽ മാത്രമേ അധികാരത്തിലേക്ക് മടങ്ങൂവെന്നും കെജ്രിവാൾ വ്യക്തമാക്കിയിരുന്നു. ജനങ്ങൾ തനിക്ക് സത്യസന്ധതയുടെ സർട്ടിഫിക്കറ്റ് നൽകിയാലേ താൻ മുഖ്യമന്ത്രിയായി തിരിച്ചെത്തുകയുള്ളൂവെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആ പ്രഖ്യാപനം. മുൻ ഉപമുഖ്യമന്ത്രിയായ മനീഷ് സിസോദിയ തന്റെ പിൻഗാമിയാകുമെന്നുള്ള ഊഹാപോഹങ്ങളും കെജ്രിവാൾ തള്ളിക്കളഞ്ഞിരുന്നു. തങ്ങൾ ഇരുവരും തെറ്റുകാരല്ല എന്നും സത്യസന്ധരാണ് എന്ന് ജനങ്ങൾ അംഗീകരിച്ചതിന് ശേഷം മാത്രമേ താനും സിസോദിയയും ഇനി അതത് സ്ഥാനങ്ങളിലേക്ക് മടങ്ങുകയുള്ളൂവെന്ന് കെജ്രിവാൾ പറഞ്ഞു. അരവിന്ദ് കെജ്രിവാളിന്റെ അപ്രതീക്ഷിത പ്രഖ്യാപനത്തിന് ശേഷം ഡൽഹിയിൽ അടുത്ത മുഖ്യമന്ത്രി ആരെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സാധ്യതയുള്ള ചിലർ ഇവരാണ്. മന്ത്രിസഭയിൽ മനീഷ് സിസോദിയയാണ് രണ്ടാമൻ. എന്നാൽ മദ്യനയ കേസിൽ ജയിൽവാസം അനുഭവിച്ച താനും ഇനി ജനവിധി അറിയാതെ മന്ത്രിസ്ഥാനത്തേക്ക് ഇല്ലെന്ന് അരവിന്ദ് കെജ്രിവാളിനെ പോലെ തന്നെ സിസോദിയയും വ്യക്തമാക്കി. പകരക്കാരിയായി കെജ്രിവാളിന്റെ ഭാര്യ സുനിത എത്തുമോ എന്ന ചോദ്യം വീണ്ടും അതോടെ തലപൊക്കി. ഭാര്യയെ മുഖ്യമന്ത്രിയാക്കി അധികാരം തന്റെ കൈപ്പിടിയിൽ തന്നെ നിലനിർത്താനാണോ കെജ്രിവാളിന്റെ നീക്കമെന്ന സംശയമുണ്ടെന്ന് BJP നേതാവായ ഷെഹ്സാദ് പൂനെവാലെ ആരോപിച്ചിരുന്നു. നയപരിഷ്കാരങ്ങളോടുള്ള ചലനാത്മക സമീപനത്തിനും സാമൂഹിക വിഷയങ്ങളിലെ വാദത്തിനും പേരുകേട്ട അതിഷി ഡൽഹി മദ്യനയ കേസിൽ മാർച്ച് 21-ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം സാഹചര്യങ്ങളെ ഏറ്റവും നന്നായി കൈകാര്യം ചെയ്ത ആം ആദ്മിയുടെ നേതാവായിരുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് ശേഷം ഡൽഹി സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്ന അവർ ക്യാബിനറ്റ് മന്ത്രിമാരിൽ ഏറ്റവും ഉയർന്ന 14 വകുപ്പുകളുടെ ചുമതലയും വഹിക്കുന്നുണ്ട്. വിദ്യാഭ്യാസം, ധനകാര്യം, ആസൂത്രണം, PWD, ജലം, വൈദ്യുതി, പബ്ലിക് റിലേഷൻസ് എന്നിവയാണ് അവർ ശ്രദ്ധിക്കുന്ന പ്രധാന വകുപ്പുകൾ. ഡൽഹി നിയമസഭയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായും അതിഷി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അവരുടെ ശക്തമായ പ്രസംഗ പാടവം അവരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മുൻനിരക്കാരിൽ ഒരാളാക്കി മാറ്റിയിരുന്നു. അടുത്തത് ഗോപാൽ റായ്. 49-കാരനായ ഗോപാൽ റായ് വിദ്യാർത്ഥി ആക്ടിവിസത്തിന്റെ പശ്ചാത്തലമുള്ള പരിചയസമ്പന്നനായ രാഷ്ട്രീയക്കാരനാണ്. പരിസ്ഥിതി, വനം, വന്യജീവി വികസനം, പൊതുഭരണ വകുപ്പ് എന്നിവയുടെ ക്യാബിനറ്റ് മന്ത്രിയാണ് അദ്ദേഹം. ഒരിക്കൽ ഒരു പ്രചാരണത്തിനിടെ കൈക്ക് വെടിയേറ്റ അദ്ദേഹം ഭാഗികമായി തളർന്നിരുന്നു. ഡൽഹിയിലെ തൊഴിലാളി വർഗ സമൂഹങ്ങളുമായുള്ള ആഴത്തിലുള്ള ബന്ധത്തിന് പേരുകേട്ടയാളാണ് ഗോപാൽ റായ്. മലിനീകരണം നിയന്ത്രണം മുതൽ തൊഴിലാളി ക്ഷേമം വരെയുള്ള നഗരത്തിന്റെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലെ അദ്ദേഹത്തിന്റെ അനുഭവ പരിചയം അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളിൽ ഒരാളാക്കി മാറ്റുന്നുണ്ട്. സാധ്യതാ പട്ടികയിലെ മൂന്നാമൻ കൈലാഷ് ഗെഹ്ലോട്ടാണ്. ഡൽഹിയുടെ ഗതാഗത മന്ത്രി എന്ന നിലയിലുള്ള പ്രവർത്തനത്തിന് പേരുകേട്ട വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ബസ് സർവീസുകളുടെ വിപുലീകരണം, ഇലക്ട്രിക് ബസ്സുകളുടെ ആമുഖം, റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ എന്നിവ ഉൾപ്പെടെ നഗരത്തിന്റെ ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ ഡൽഹി സർക്കാർ ഗണ്യമായ പുരോഗതി കൈവരിച്ചിരുന്നു. അടുത്തത് സുനിത കെജ്രിവാളിലേക്ക് വന്നാൽ, മുൻ ഇന്ത്യൻ റവന്യൂ സർവീസസ് ഉദ്യോഗസ്ഥയായ സുനിത കെജ്രിവാൾ 2 പതിറ്റാണ്ടിലേറെ ആദായ നികുതി വകുപ്പിൽ സേവനമനുഷ്ഠിച്ചു. ഡൽഹി, ഹരിയാന, ഗുജറാത്ത് എന്നിവിടങ്ങളിലെ ആം ആദ്മി പാർട്ടിയുടെ ലോക്സഭാ പ്രചാരണങ്ങളിൽ അവർ ഒരു പ്രമുഖ മുഖം തന്നെയായിരുന്നു. പതിവായി പത്രസമ്മേളനങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും ഭർത്താവ് അരവിന്ദ് കെജ്രിവാളിന്റെ സന്ദേശങ്ങൾ ആളുകളെ അറിയിക്കുകയും ചെയ്തു. ഡൽഹിയിലും റാഞ്ചിയിലും നടന്ന പ്രതിപക്ഷ ഇന്ത്യ മുന്നണിയുടെ റാലികളിലും പങ്കെടുക്കുകയും തന്റെ ഭർത്താവിനെ ലക്ഷ്യമിട്ട BJPയെ നിരന്തരം ആക്ഷേപിക്കുകയും ചെയ്തു. മുൻ ബ്യൂറോക്രാറ്റായ സുനിത കെജ്രിവാളിന് ബ്യൂറോക്രാറ്റിക് പ്രക്രിയകൾ കൈകാര്യം ചെയ്യുന്നതിനും ഡൽഹിയുടെ ബഹുമുഖ വെല്ലുവിളികൾ കൈകാര്യം ചെയ്യുന്നതിൽ പ്രയോജനകരമായ സങ്കീർണമായ പൊതു സംവിധാനങ്ങൾ മനസ്സിലാക്കുന്നതിനും വൈദഗ്ധ്യമുണ്ട്. സുനിത കെജ്രിവാൾ ആം ആദ്മി പാർട്ടി അംഗമല്ലാത്തതിനാൽ ആദ്യം പാർട്ടിയിൽ ചേർന്ന ഒരു സീറ്റിൽ മത്സരിക്കുകയും 3 മാസത്തിനകം MLA ആയി തെരഞ്ഞെടുക്കപ്പെടുകയും വേണം. എന്നാൽ ഡൽഹിയുടെ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ അനിശ്ചിതത്വം 2025 ഫെബ്രുവരിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഈ സമയത്ത് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വെല്ലുവിളിയാകാനും സാധ്യതയുണ്ട്. മാത്രമല്ല, സുനിത കെജ്രിവാളിന് മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചാൽ കുടുംബ രാഷ്ട്രീയത്തിന്റെ പേരിൽ പാർട്ടിക്കെതിരെ പ്രതിപക്ഷം നടത്തുന്ന ആക്രമണങ്ങളിൽ AAP ജാഗ്രത പാലിക്കേണ്ടിയും വരും. 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇക്കാര്യങ്ങളിൽ പ്രഖ്യാപനം ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനിടയിൽ ഉടൻ തന്നെ ഡൽഹിയിൽ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുമെന്ന് സ്പീക്കറായ റാം നവാസ് ഗോയൽ അറിയിച്ചിട്ടുമുണ്ട്. കെജ്രിവാളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയായിരുന്നു സ്പീക്കർ ഇക്കാര്യം അറിയിച്ചത്. എന്തു തന്നെയാണെങ്കിലും ആം ആദ്മിയുടെ അടുത്ത തലവനാര് എന്ന ചോദ്യമുയരുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന പേര് അതിഷിയുടേത് തന്നെയാണ്. ഇത്തരത്തിലുള്ള എല്ലാ പ്രതിസന്ധികളെയും, പ്രത്യേകിച്ചും സുനിത കെജ്രിവാളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രതിസന്ധികളൊന്നും തന്നെ ഇല്ലാതെ എളുപ്പത്തിൽ കടന്നു കയറാനാകുന്ന വ്യക്തിത്വവും അതിഷിയുടേത് തന്നെയാണ്.